ഹരേ കൃഷ്ണ, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ശരിക്കും ഒരു വിസ്മയകരമായ ആശയമാണ് നോക്കുന്നത്. കീഴടക്കാൻ കഴിയില്ലെന്ന് നമ്മൾ കരുതുന്ന സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനെ എങ്ങനെ കീഴടക്കാം? കീഴടക്കുക, അത് ഒരു വല്ലാത്ത വാക്കാണല്ലേ? അതെ. അപ്പോൾ ഇതിന് നമ്മൾ ആശ്രയിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകമാണ്. 10-ാം സ്കന്ധത്തിലെ 14-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം. പിന്നെ നമ്മുടെ ആചാര്യന്മാർ അതിന് നൽകിയ വ്യാഖ്യാനങ്ങളും. ശരി. നമ്മുടെ ഇന്നത്തെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് വെറും ബുദ്ധി കൊണ്ടുള്ള കളികൾക്കപ്പുറം പോയിട്ട് ഭക്തിയോടെയുള്ള ഒരു കേൾവിയിലൂടെ ഈ ഒരു അസാധാരണ വിജയം നേടാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. അതെ അതെ. അപ്പോ ഈ കീഴടക്കാനാവാത്ത ഭഗവാനെ എങ്ങനെ ഭക്തി കൊണ്ട് കീഴടക്കും? ഊഹാപോഹങ്ങൾ അതിനെ ആശ്രയിക്കാതെ കേൾവി, സമർപ്പണം, ഇതിലൂടെയാണ് രഹസ്യമെന്നാണ് ശ്ലോകം പറയുന്നത്. നമുക്കൊന്ന് ആഴത്തിലിറങ്ങി നോക്കാം. ശരിയാണ്. ഇത് നമ്മൾ സാധാരണ അറിവ് നേടുന്ന പോലെയല്ല. ഇവിടെ തത്വചിന്ത വെച്ചുള്ള കസറത്തിനല്ല പ്രാധാന്യം. മറിച്ച് ഭഗവാന്റെ ഗുണങ്ങൾ, ലീലകൾ, ഇതൊക്കെ ആധികാരികമായിട്ട് കേൾക്കുക, എന്നിട്ട് അതിൽ ഹൃദയമർപ്പിക്കുക. അങ്ങനെ ഭഗവാനുമായിട്ടൊരു സ്നേഹബന്ധം, അതാണ് പ്രധാനം. ഇത് അറിവിനേക്കാൾ അനുഭവമാണ്. ശരിയാണ് പറഞ്ഞത്. അപ്പോ നമുക്ക് ആ ശ്ലോകം, അതിന്റെ ഒരു കാതലൊന്നു നോക്കാം. ജ്ഞാനേ പ്രയാസമുദപാസ്യ നമന്തേ ഏവ ജീവന്തി സന്മുഖരിതാം ഭവദീയ വാർത്താം സ്ഥാനേ സ്ഥിതാ ശ്രുതിഗതം തനുവാങ് മനോഭി യേ പ്രായശോജിത ജിതോഭ്യസി തൈസ്ത്രിലോക്യാം. ഇതിന്റെ ഒരു ചുരുക്കം പറഞ്ഞാൽ, അല്ലയോ അജിതനായ ഭഗവാനെ, അതായത് ആർക്കും കീഴടക്കാൻ പറ്റാത്തവനെ, അങ്ങയെ ഈ സ്വന്തം ബുദ്ധികൊണ്ട് ഊഹാപോഹങ്ങളിലൂടെ അറിയാനുള്ള ശ്രമം, അത് മുഴുവനായും ഉപേക്ഷിക്കുന്നവർ. പൂർണ്ണമായി ഉപേക്ഷിക്കുന്നവർ. അതെ. അവരെവിടെയാണോ, ഏതവസ്ഥയിലാണോ, അവിടെ തന്നെ നിന്നുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള ആധികാരികമായ വാർത്തകൾക്കായിട്ട് ജീവിതം സമർപ്പിക്കുന്നു. എന്നിട്ട് ശരീരം, വാക്ക്, മനസ്സ് ഇതൊക്കെ ഉപയോഗിച്ച് അതിനെ നന്നായി ആദരിക്കുന്നു. അങ്ങനെയുള്ളവരാൽ ഈ 3 ലോകത്തും ആർക്കും കീഴടക്കാൻ പറ്റാത്ത അങ്ങുപോലും കീഴടക്കപ്പെടുന്നു. ഇതിലെ അവസാനത്തെ ഭാഗം, അജിത ജിതോഭ്യസി തൈസ്ത്രിലോക്യം, കീഴടക്കാനാവാത്തവനെ അങ്ങ് അവരാൽ കീഴടക്കപ്പെടുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു അവിശ്വസനീയത തോന്നുന്നില്ലേ? എങ്ങനെയാ ഈ സർവശക്തനായ, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഭഗവാൻ സ്നേഹമുള്ള ഭക്തരാൽ കീഴടക്കപ്പെടുന്നത്? എന്താ ഇതിലെ ഒരു ലോജിക്? അതെ, അതാണ് ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത്. ആദ്യത്തെ പ്രധാന നിർദ്ദേശം എന്താ? ജ്ഞാനേ പ്രയാസം ഉദപാസ്യ, അതായത് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തത്വചിന്തയിലൂടെയൊക്കെ ഭഗവാനെ അളക്കാൻ നോക്കുന്ന ഒരു ശ്രമം, അത് പൂർണ്ണമായി ഉപേക്ഷിക്കുക. ഓഹോ. കാരണം വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്, അത്തരം ശ്രമങ്ങൾ പലപ്പോഴും നമ്മളെ ഭഗവാന്റെ പൂർണ്ണരൂപത്തിലല്ല എത്തിക്കുന്നത്. ഒരുപക്ഷേ ഒരു നിർവ്യക്തിഗതമായ, ഇംപേഴ്സണലായ ഒരു സങ്കല്പത്തിലായിരിക്കും എത്തുക. ശരി. ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് എത്തിക്കില്ല. അതെ. അപ്പോൾ ഭഗവാനുമായി ഒരു വ്യക്തിപരമായ സ്നേഹബന്ധം വേണമെങ്കിൽ ഈ ഊഹാപോഹത്തിന്റെ വഴി അത് ഉപേക്ഷിക്കണം. അതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ബുദ്ധി കൊണ്ട് മാത്രം ഭഗവാനെ മനസ്സിലാക്കാൻ നോക്കുന്നതിലൊരു പരിമിതിയുണ്ട്. ശരി. അടുത്തത് സ്ഥാനേ സ്ഥിതാഹ, അവരവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ? തീർച്ചയായും. കാരണം നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്, ആത്മീയത എന്നു പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് കാട് കയറണം, അല്ലെങ്കിൽ ആശ്രമത്തിൽ പോകണം എന്നൊക്കെ. അതെ, അങ്ങനെ ഒരു ധാരണയുണ്ട്. പക്ഷെ ഈ ശ്ലോകം പറയുന്നത് അതല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, അത് സാമൂഹിക സ്ഥിതിയാകാം, ചെയ്യുന്ന ജോലിയാകാം, കുടുംബജീവിതമാകാം, ഇതൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ഓഹോ. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണോ, ഗൃഹസ്ഥനാണോ, ജോലിക്കാരനാണോ, ആരായാലും ആ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ഭക്തിമാർഗം സ്വീകരിക്കാം. കാരണം ഭഗവാനുമായി ബന്ധം സ്ഥാപിക്കാൻ പുറമേയുള്ള മാറ്റങ്ങളല്ല പ്രധാനം, ഉള്ളിലെ ആ സമർപ്പണമാണ്. ശരിയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം. ഇത് വളരെ പ്രായോഗികമാണല്ലോ ഇപ്പോ. അതെ, തീർച്ചയായും. ഇനി ഈ സമർപ്പണം എങ്ങനെ വേണം എന്നാണ് പറയുന്നത്. ശ്രുതിഗതം തനുവാങ് മനോഭിക എന്ന് കണ്ടു. കേൾവിയിലൂടെ, ശരീരം, വാക്ക്, മനസ്സുകൊണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്രുതികഥം എന്നുവെച്ചാൽ ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്നു കേൾക്കുന്നത്, ഗുരുക്കന്മാരിൽ നിന്ന്, ശാസ്ത്രങ്ങളിൽ നിന്ന്, ഭഗവാന്റെ കഥകൾ, ഉപദേശങ്ങൾ, മഹിമകൾ, ഇതൊക്കെ.
പക്ഷെ അത് വെറുതെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളഞ്ഞാൽ പോരാ. തനുവാങ് മനോഭ്യ, ശരീരം, വാക്ക്, മനസ്സ്, ഇവ മൂന്നും ഈ കേൾവിയിൽ പങ്കുചേരണം. അതിനെ പൂർണ്ണമായി ആദരിക്കണം. ശരീരം, വാക്ക്, മനസ്സ്, ഇത് മൂന്നും എങ്ങനെയാണ് ഈ കേൾവിയിൽ പങ്കെടുക്കുന്നത്? വ്യാഖ്യാനങ്ങളിൽ വിശദീകരിക്കുന്നുണ്ടാവും അല്ലേ? ഉവ് ആചാര്യന്മാർ അതിന് നല്ല നല്ല വിശദീകരണങ്ങൾ തരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ, അദ്ദേഹം ഇതിനെ നമന്തഹ എന്ന വാക്കുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അതായത് പ്രണമിക്കുക, ആദരിക്കുക. ഓ, നമിക്കുക. അതെ. ശരീരം കൊണ്ടെങ്ങനെ? ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവത് ഗ്രന്ഥങ്ങൾ കാണുമ്പോൾ, ഭക്തരെ കാണുമ്പോൾ ശാരീരികമായ ഒരു ആദരവ് കാണിക്കുക. എഴുന്നേൽക്കുകയോ തലകുനിക്കുകയോ ഒക്കെ ചെയ്യാം. ശരി. വാക്കുകൾ കൊണ്ടോ? ഈ കേട്ട കാര്യങ്ങളെ പുച്ഛിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നതിന് പകരം ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളെയും അത് പറയുന്ന ശുദ്ധ ഭക്തരെയും പ്രശംസിക്കുക, അവരുടെ മഹത്വം പറയുക. ഇനി മനസ്സുകൊണ്ട് കേൾക്കുന്ന വിഷയത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കുക, താൽപ്പര്യം കാണിക്കുക, സന്തോഷത്തോടെ കേൾക്കുക, അല്ലാതെ അലസമായിട്ടോ അല്ലെങ്കിൽ അനാദരവോടെയോ കേൾക്കാതിരിക്കുക. ഈ മൂന്നും ചേരുമ്പോഴാണ് ആ കേൾവി പൂർണ്ണമാവുന്നത്, അതിന് ഫലമുണ്ടാകുന്നത്. ഓഹോ, അപ്പോൾ ശാരീരികമായും വാക്കാലുമുള്ള ഒരു ആദരവ്, ഒപ്പം മാനസികമായ ശ്രദ്ധയും സന്തോഷവും, ഇതെല്ലാം ചേർന്നതാണ് ആ കേൾവി. അതെ. ശ്രീ സനാതന ഗോസ്വാമി ഇതിനെ വേറൊരു രീതിയിലും കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഭക്തർ ഈ തനു, വാക്ക്, മനസ്സുകൾ കൊണ്ട് ഭഗവാനെ കീഴടക്കുന്നു എന്നാണ്. ഭഗവാനെ കീഴടക്കുന്നു? അതെങ്ങനെ? അതായത് അവരുടെ കൈകൾ കൊണ്ട് ഭഗവാന്റെ പാദസേവ ചെയ്യാൻ പറ്റുന്നു, വാക്കുകൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ, വിളിക്കാൻ, പ്രാർത്ഥിക്കാൻ പറ്റുന്നു, മനസ്സുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ സാമീപ്യം അനുഭവിക്കാൻ കഴിയുന്നു. ആഹാ. പക്ഷേ ഭക്തിയില്ലാത്തവരുടെ കാര്യമോ? അവർക്ക് അവരുടെ കയ്യിന്റെ ശക്തി കൊണ്ടോ നാവിന്റെ സാമർഥ്യം കൊണ്ടോ മനസ്സിന്റെ കഴിവുകൊണ്ടോ ഭഗവാനെ കീഴടക്കാൻ പറ്റില്ല. അവർക്ക് ഭഗവാൻ എപ്പോഴും അജിതൻ തന്നെ, കീഴടക്കാൻ പറ്റാത്തവൻ. ശരി, ശരി. അപ്പോ ഭക്തന്റെ കാര്യത്തിൽ ഈ ശരീരം, വാക്ക്, മനസ്സ് ഭഗവാനുമായൊരു ബന്ധം സ്ഥാപിക്കുന്നു. അഭക്തന്റെ കാര്യത്തിൽ അത് സാധിക്കുന്നില്ല. അതെ. അപ്പോൾ ഈ ഭഗവാനെക്കുറിച്ചുള്ള കേൾവിയെ നമ്മൾ പൂർണ്ണ മനസ്സോടെ, ശരീരത്തോടെ, വാക്കുകളോടെ സമീപിക്കുമ്പോൾ ഭഗവാൻ പോലും അതിന് വഴങ്ങുന്നു എന്ന് പറയാം. അത്ഭുതം തന്നെ. ശരിക്കും അത്ഭുതം തന്നെ. ഇതിലും ഒരു പടി കൂടി കടന്ന് സനാതന ഗോസ്വാമി ഒരു കാര്യം പറയുന്നുണ്ട്. ഭക്തന്റെ ഈ സമർപ്പണത്തിന് മറുപടിയായിട്ട് ഭഗവാന്റെ ശരീരം, വാക്കുകൾ, മനസ്സ് ഇവയും ഭക്തനാൽ കീഴടക്കപ്പെടുന്നു എന്ന്. ഭഗവാന്റെ ശരീരവും വാക്കും മനസ്സും ഭക്തനാൽ കീഴടക്കപ്പെടുന്നു. അതെങ്ങനെ സംഭവിക്കും? ഭഗവാന്റെ ശരീരം കീഴടക്കപ്പെടുന്നു കാരണം ഭഗവാൻ എപ്പോഴും ഭക്തരുടെ കൂടെയുണ്ടാകും. അവരുടെ സ്നേഹം കൊണ്ട് ഭഗവാൻ ബന്ധിക്കപ്പെടും, യശോദ കണ്ണനെ ഉരലിൽ കെട്ടിയിട്ട പോലെ. ഓഹോ. ഭഗവാന്റെ വാക്കുകൾ കീഴടക്കപ്പെടുന്നു കാരണം ഭഗവാൻ എപ്പോഴും തന്റെ ഭക്തരുടെ ഗുണഗണങ്ങളെ വാഴ്ത്തിപ്പാടും, അവരെക്കുറിച്ച് സംസാരിക്കും. ശരി. ഭഗവാന്റെ മനസ്സും കീഴടക്കപ്പെടുന്നു കാരണം ഭഗവാൻ എപ്പോഴും തന്റെ പ്രിയപ്പെട്ട ഭക്തരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കും. അപ്പോൾ ഭഗവാൻ തന്നെ ഭക്തന്റെ സ്നേഹത്തിന് അധീനനാകുന്നു. ഇതാണ് ഭക്തിയുടെ ശക്തി. ഓ, ഭഗവാൻ ഭക്തന്റെ സ്നേഹത്തിന് ഇത്രയധികം വില കൊടുക്കുന്നു എന്നത് ഭക്തിയുടെ മഹിമയാണ് കാണിക്കുന്നത്. പിന്നെ ആ വ്യാഖ്യാനത്തില് ജീവന്തി എന്നൊരു വാക്കിനൊരു പ്രത്യേക അർത്ഥം പറയുന്നുണ്ടല്ലോ. ജീവന്തി എന്നാൽ ജീവിക്കുന്നു. ഇതിലെന്താ ഇത്ര പ്രാധാന്യം? അതെ, അതും ശ്രദ്ധേയമാണ്. വ്യാഖ്യാനത്തിൽ പറയുന്നത് ഒരു ഭക്തന് ഒരുപക്ഷേ മറ്റ് ഭക്തിപരമായ കാര്യങ്ങളൊന്നും, പൂജയോ മറ്റ് കർമ്മങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ. എന്നാലും അയാൾ തന്റെ ജീവിതം നിലനിർത്തിക്കൊണ്ട് ജീവന്തി ഭഗവാന്റെ കഥകൾ ശ്രദ്ധയോടെയും ആദരവോടെയും കേൾക്കാൻ തയ്യാറായാൽ മാത്രം മതി, അയാൾക്ക് ഭഗവദ്ധാമത്തിലേക്ക് തിരികെ പോകാനുള്ള യോഗ്യത കിട്ടും എന്നാണ്. വെറുതെ ജീവിച്ചിരുന്ന് ഭക്തിയോടെ കേട്ടാൽ മാത്രം മതിയെന്നോ? അതെ, കേവലം ജീവിച്ചിരുന്ന് ഭക്തിയോടെ കേൾക്കുക, ആ പ്രവൃത്തിക്ക് പോലും അത്രയേറെ പ്രാധാന്യമുണ്ട്, ഫലസിദ്ധിയുണ്ട്. ഇത് ശരിക്കും ഒരുപാട് പേർക്ക് പ്രത്യാശ നൽകുന്ന ഒന്നാണ്. അപ്പോ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം, ഇതൊക്കെ വലിയ തത്വങ്ങളല്ലേ, എന്റെ ഈ സാധാരണ ജീവിതത്തിൽ ഇതിനെങ്ങനെ പ്രസക്തിയുണ്ട് എന്ന്. പലർക്കും ഒരുപാട് തത്വചിന്തകളിലോ അല്ലെങ്കിൽ സങ്കീർണമായ സാധനകളിലോ ഒന്നും ഏർപ്പെടാൻ സമയം കാണില്ല, താൽപ്പര്യം കാണില്ല. അവർക്ക് ഈ സന്ദേശം എങ്ങനെ എടുക്കാൻ പറ്റും?
തീർച്ചയായും പ്രസക്തമാണ്. കാരണം ഇത് അറിവ് നേടാനും ഈശ്വരനുമായൊരു ബന്ധം സ്ഥാപിക്കാനുമുള്ളൊരു വ്യത്യസ്ത വഴിയാണ് കാണിച്ചു തരുന്നത്. നമ്മൾ സാധാരണ അറിവിനെ ആശ്രയിക്കുന്നത് ബുദ്ധിയെയാണ്, അല്ലേ? എന്നാൽ ഇവിടെ ഊന്നൽ നൽകുന്നത് ഹൃദയത്തിനാണ്, സ്നേഹത്തിന്, സമർപ്പണത്തിന്. ആർക്കും അവരുടെ നിലവിലെ ജോലിയിലോ ജീവിത സാഹചര്യങ്ങളിലോ നിന്നുകൊണ്ട് തന്നെ, വലിയ പാണ്ഡിത്യമോ പ്രത്യേക യോഗ്യതകളോ ഒന്നുമില്ലാതെ തന്നെ, കേവലം ഭഗവാനെക്കുറിച്ചുള്ള വിഷയങ്ങൾ ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് വിനയത്തോടെ ആദരവോടെ കേൾക്കാൻ തയ്യാറായാൽ മാത്രം മതി. അവർക്ക് ആത്മീയമായി മുന്നേറാൻ പറ്റും, ഭഗവാനുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഇത് ബുദ്ധിയുടെ വഴിയല്ല, ഇത് ഭക്തിയുടെ വഴിയാണ്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ, വലിയ തത്വചിന്താപരമായ ഭാരങ്ങളോ ജീവിതരീതിയിൽ വലിയ മാറ്റങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ കേൾവി എന്ന ഒരു ലളിതമായ പ്രവൃത്തി, പക്ഷെ അത് പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യുമ്പോൾ ഭഗവാനുമായി അടുക്കാൻ സാധിക്കും. അതാണിതിലെ പ്രായോഗികമായ ഒരു സന്ദേശം. അതെ, വളരെ ശരിയാണ്. പിന്നെ ഇവിടെ കീഴടക്കുക എന്ന് പറയുമ്പോൾ അതൊരു അഹങ്കാരത്തോടെയുള്ള കീഴടക്കലല്ല, അതോർക്കണം. മറിച്ച് ഭക്തന്റെ ആ ഒരു നിഷ്കളങ്കമായ തീവ്രമായ സ്നേഹത്തിനു മുന്നിൽ ഭഗവാൻ സ്വയം തോറ്റുകൊടുക്കുന്നത് പോലെയാണ്. ഭഗവാന്റെ കാരുണ്യമാണത്. സ്നേഹം കൊണ്ട് ഭഗവാനെ ബന്ധിക്കാൻ പറ്റും. അതാണ് ഭക്തിയുടെ മഹിമ. വളരെ മനോഹരമായി പറഞ്ഞു. അപ്പോ നമ്മൾ ഇന്ന് കണ്ട പ്രധാന ആശയം ഒന്നുകൂടി പറയാം. ഈ ലോകത്ത് ആർക്കും കീഴടക്കാൻ പറ്റാത്ത ഭഗവാൻ കൃഷ്ണനെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുള്ള ഊഹാപോഹങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മളിപ്പോ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് തന്നെ ഭഗവാന്റെ കഥകളും മഹിമകളും ആധികാരികമായി കേൾക്കുക, എന്നിട്ട് അതിനെ ശരീരം, വാക്ക്, മനസ്സ് ഇവ കൊണ്ട് പൂർണ്ണമായി ആദരിക്കുക. അങ്ങനെ ചെയ്യുന്നൊരു ഭക്തന് തന്റെ സ്നേഹം നിറഞ്ഞ ഭക്തി കൊണ്ട് ഭഗവാനെ കീഴടക്കാൻ സാധിക്കും. ഇതിന് പാണ്ഡിത്യമോ വലിയ സ്ഥാനമാനങ്ങളൊന്നും വേണ്ട. വേണ്ടത് വിനയമാണ്, ശ്രദ്ധയോടെയുള്ള കേൾവിയാണ്, സമർപ്പണമാണ്. അതെ, ഭഗവാനെ കീഴടക്കുക എന്ന ആ പ്രയോഗം തന്നെ നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കണം. ഇത് അധികാരത്തിന്റെ ഭാഷയല്ല സംസാരിക്കുന്നത്, സ്നേഹത്തിന്റെ ഭാഷയാണ്. ഭക്തന്റെ ഭക്തിക്കു മുന്നിൽ ഭഗവാന്റെ ആ സർവശക്തി പോലും അലിഞ്ഞു പോകുന്നു. ഭഗവാൻ ഭക്തന് വശഗതനാകുന്നു. അതാണ് ഭക്തിയുടെ ഏറ്റവും വലിയ ശക്തി. ുള്ള ഈ കേൾവിക്ക് കീഴടക്കാനാവാത്ത ഭഗവാനെ പോലും സ്വാധീനിക്കാൻ അല്ലെങ്കിൽ കീഴടക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ, അത് വ്യക്തിബന്ധങ്ങളാകാം, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാകാം, ജോലിസ്ഥലത്തെ ഇടപെടലുകളാകാം, അവിടെയൊക്കെ പൂർണ്ണ ശ്രദ്ധയോടെയും തുറന്ന മനസ്സോടെയുമുള്ള കേൾവിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.